വാർത്താമഴ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ വാർത്താ ദിനത്തിൽ ഇതുവരെ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകളിലൂടെയാണ് ഇനിയുള്ള 1 മണിക്കൂർ സമയം നമ്മൾ കടന്നു പോവുക. വിവാദ പരാമർശത്തിൽ പാർട്ടി സജി ചെറിയാനൊപ്പം. ഭരണഘടനാ അധിക്ഷേപ പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെക്കില്ല. ഒരേ വിഷയത്തിൽ 2 തവണ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ട എന്നാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിലപാട്. അന്വേഷണ ഉത്തരവിനെതിരെ നിയമോപദേശം തേടാനും സെക്രട്ടേറിയറ്റിൽ തീരുമാനമായി. തുടരന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടതിന് പിന്നാലെയാണ് സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായത്. എന്നാൽ സജി ചെറിയാനെ കൈവിടില്ലെന്ന നിലപാടിലാണ് CPIM. വിവാദ പ്രസംഗത്തിൽ 1 തവണ രാജിവെച്ചതാണ്. കോടതി പരാമർശത്തിന്റെ പേരിൽ വീണ്ടും രാജിവെക്കേണ്ട സാഹചര്യമില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. അത് ഭരണഘടനാപരമായി തന്നെ അദ്ദേഹത്തിന്റെ അവകാശമാണല്ലോ, പറഞ്ഞു പ്രതിപക്ഷത്തിനുള്ള ആവശ്യമാണല്ലോ. ഞാൻ കോടതി തന്നെ ഈ വിധിന്യായത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പുനരന്വേഷണം വേണ്ട, CBI അന്വേഷണം വേണ്ട, അത് രണ്ടും കോടതി തള്ളി. തുടരന്വേഷണമാകാം. തുടരന്വേഷണം ആകുമ്പോൾ മന്ത്രി ആയതുകൊണ്ടാണ് ഇന്നാൾ വേണം, മന്ത്രി ആയതുകൊണ്ട് സ്ഥാനത്തിരുന്ന് തന്നെ അന്വേഷണം നടത്താന്നാണല്ലോ എൻ്റെ കോടതിയുടെ വ്യാഖ്യാനം. ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉത്തരവിനെതിരെ അപ്പീൽ പോകുന്ന കാര്യത്തിൽ നിയമോപദേശം തേടാനും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനമായി. അതേസമയം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ സംഘടനകൾ സമരം ശക്തമാക്കുകയാണ്. സജി ചെറിയാന്റെ ചെങ്ങന്നൂരിലെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസും BJPയും നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. തന്റെ ഭാഗം കേൾക്കാതെയാണ് കോടതി ഉത്തരവെന്നായിരുന്നു സജി ചെറിയാന്റെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം സമരം കൂടുതൽ ശക്തമാക്കാനാണ് പ്രതിപക്ഷ ആലോചന. 24 തിരുവനന്തപുരം. സജി ചെറിയാൻ രാജിവെക്കേണ്ട എന്ന CPM നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധത്തിനാണ് പ്രതിപക്ഷം ഒരുങ്ങുന്നത്. ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്ക് വിഷയം വഴിവെക്കുകയും ചെയ്യും. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്നും ഷീത്ത് പാലക്കാട്ട് നിന്നും വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ഷഫീദ് റാവുത്തറിലേക്കാണ്. ഷഫീദ്, നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഗുരുതരമായ സാഹചര്യം ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്. ധാർമ്മികതയുടെ പ്രശ്നം എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് കോടതി ചില ഗുരുതരമായ പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നു. വിശ്വാസ്യതയുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണം എന്നുള്ള ആവശ്യമടക്കം കോടതി മുന്നോട്ട് വയ്ക്കുന്നു. അതിനിടയിൽ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കുന്നു. പക്ഷേ രാജി വേണ്ട എന്ന നിലപാടിൽ പാർട്ടി എത്തുന്നു. എങ്ങനെ ഒരു പ്രതിരോധം ഈ ഘട്ടത്തിൽ CPMന് സാധ്യമാകും ഷഫി? റിജിത്ത്, ഒരൊറ്റ കാര്യത്തിന് 2 തവണ രാജി അത് ആവശ്യമില്ല എന്നുള്ളതാണ് ഇന്നത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനം. അങ്ങനെയാണ് സജി ചെറിയാന് അകമഴിഞ്ഞ പിന്തുണ CPM സംസ്ഥാന നേതൃത്വം നൽകുകയും ചെയ്തത്. ഇക്കാര്യത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നിരീക്ഷിച്ച ചില കാര്യങ്ങൾ അതിൽ ഗുരുതര സ്വഭാവത്തിലുള്ള കാര്യമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല, മുൻ അന്വേഷണത്തെ ഒരു തരത്തിൽ റദ്ദ് ചെയ്യുക കൂടിയാണ് ഇന്നലെ ഹൈക്കോടതി നിരീക്ഷണത്തോടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം. ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിഷയം ചർച്ചയായപ്പോൾ തന്നെ ഉയർന്നു വന്ന അഭിപ്രായം ഇങ്ങനെയായിരുന്നു. അതായത് 2022 മല്ലപ്പള്ളി പ്രസംഗവുമായി ബന്ധപ്പെട്ട് ധാർമ്മികതയുടെ പേരിൽ ഒരിക്കൽ സജി ചെറിയാൻ മന്ത്രി പദവി രാജിവെച്ചതാണ്. അതിനുശേഷം പോലീസ് അന്വേഷണം നേരിടുകയും കോടതിയിൽ റിപ്പോർട്ട് പോവുകയും കോടതി ആ റിപ്പോർട്ട് അംഗീകരിക്കുകയും ചെയ്തു. പിന്നാലെ ഒരു അപ്പീലിലൂടെ വിഷയം ഹൈക്കോടതിയിലേക്ക് എത്തുകയും ഹൈക്കോടതി ആ വിഷയത്തിൽ പോലീസ് വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നിരീക്ഷിച്ചത് എന്നുള്ളതാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിസ്ഥാനത്ത് തന്നെ നിലനിന്ന് തന്നെ തുടരന്വേഷണം നേരിടട്ടെ എന്നുള്ളതാണ് CPM ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന കാര്യം. അതായത് മന്ത്രിസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അന്വേഷണം നേരിടാൻ വേണ്ടി തന്നെയാണ് ഹൈക്കോടതി വിഷയത്തിൽ മറ്റൊരു ഏജൻസിയെ ഏൽപ്പിക്കാതെ പോലീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ മറ്റൊരു ഉദ്യോഗസ്ഥൻ അന്വേഷിക്കട്ടെ, ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ എന്നുള്ളൊരു തീരുമാനം എടുത്തത് എന്നുള്ളൊരു വിലയിരുത്തൽ CPM ഒരു ന്യായവാദമായി ഉയർത്തുന്നുണ്ട്. അങ്ങനെയാണ് സജി ചെറിയാൻ നിലവിൽ രാജിവെക്കേണ്ട ഒരു സാഹചര്യവുമില്ല. മാത്രവുമല്ല, പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ ഉൾപ്പെടെ ഗൗനിക്കാതെ വിടാം. അടുത്ത ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ വീണ്ടും ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചർച്ചയിലേക്ക് കടക്കാം എന്നുള്ള ഒരു വിലയിരുത്തൽ CPMന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതേസമയം പ്രതിപക്ഷമാകട്ടെ ഈ വിഷയത്തിൽ അതിഗുരുതരമായിട്ടുള്ള ചില വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഹൈക്കോടതിയുടെ നിരീക്ഷണം ഉയർത്തിയിട്ടാണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷം അവരുടെ ആക്ഷേപം കടുപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായും അവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഹൈക്കോടതി ഇന്നലെ പറഞ്ഞത് പോലീസ് അന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചു, മന്ത്രിയെ കേസിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ വളരെ തിടുക്കപ്പെട്ട ഒരു റിപ്പോർട്ട് നൽകി. പ്രത്യേകിച്ച് ഈ പെൺഡ്രൈവും CCTV ദൃശ്യങ്ങളുടെയൊക്കെ ഫോറൻസിക് പരിശോധനയ്ക്ക് മുൻപേ തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് കൊടുക്കുകയും മജിസ്ട്രേറ്റ് കോടതിയുടെ അക്കാര്യത്തിലെ നിരീക്ഷണവും ഹൈക്കോടതി
ഹൈക്കോടതി പൂർണ്ണമായും തള്ളുകയെന്നാൽ മുൻപുണ്ടായിരുന്ന സാഹചര്യത്തെക്കാൾ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ആ സാഹചര്യത്തിൽ ധാർമ്മികത എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായി സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെക്കണം എന്നുള്ള ഒരു നിലപാട് അത് പ്രതിപക്ഷം കടുപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്, CPM സംസ്ഥാന നേതൃത്വം സജി ചെറിയാന് പൂർണ്ണ പിന്തുണ കൊടുത്തൊരു സാഹചര്യത്തിൽ ഇനി തുടർ നീക്കങ്ങൾ, പ്രത്യേകിച്ച് അപ്പീലടക്കം പോകുന്ന കാര്യത്തിൽ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം എന്നുള്ളതും CPM ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. സജി ചെറിയാൻ ഇന്നലെ തന്നെ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം പുറത്തേക്കിറങ്ങിയ നിയമമന്ത്രി P. രാജീവ് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. വിവാദ പ്രസംഗത്തിൽ സജി ചെറിയാന് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട് CPIM. ആർ ശ്രീത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീത്ത്, നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യത്തെക്കാൾ ഗുരുതരമായൊരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലം, കോടതി ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഈ ധാർമ്മികതയൊന്നുമല്ല, അതിനപ്പുറത്തേക്ക് തന്നെ ചില വിഷയങ്ങൾ, ഈ അന്വേഷണത്തിലുള്ള അവിശ്വാസമടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിശ്വാസ്യതയുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ട് അങ്ങനെ ഗുരുതരമായൊരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ പാർട്ടിക്കൊരു പ്രതിരോധം സാധ്യമാകുമോ എന്നുള്ള കാര്യമായിരുന്നു നമ്മൾ പരിശോധിച്ചത്. വിമർശനം, പ്രതിഷേധം കടുപ്പിക്കുന്നുണ്ട് പ്രതിപക്ഷം. എങ്ങനെയായിരിക്കും പാർട്ടി ഇതിനെ പ്രതിരോധിക്കുക? റീജിത്ത്, CPM ഇതിനെ പ്രതിരോധിക്കാൻ പോകുന്നത് സജി ചെറിയാൻ്റെ വാദങ്ങൾ കേൾക്കാതെ, അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാതെ കോടതി എടുത്ത തീരുമാനം എന്ന നിലയ്ക്കാണ് ഇതിനെ പ്രതിരോധിക്കാൻ പോകുന്നത്. ഇന്നലെ തന്നെ സജി ചെറിയാൻ അക്കാര്യം വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാദം കേൾക്കാതെ വരുമ്പോൾ അത് സ്വാഭാവിക നീതിയുടെ, നാച്ചുറൽ ജസ്റ്റിസിൻ്റെ ലംഘനമാണ് എന്ന വാദമാണ് CPM പ്രധാനമായി ഉയർത്തുന്നത്. ഈ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൻ്റെ പേരിൽ ധാർമ്മികത ചൂണ്ടിക്കാണിച്ച് നേരത്തെ തന്നെ സജി ചെറിയാൻ രാജിവെച്ചതാണ്. ഇപ്പോൾ കോടതിയിൽ നിന്നുണ്ടായ നടപടിയെ നിയമപരമായി നേരിടും. ഒപ്പം തന്നെ ഈ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വാദം, സജി ചെറിയാൻ്റെ വാദം കോടതി കേട്ടില്ല, അത് സ്വാഭാവിക നീതിയുടെ ലംഘനമാണെന്ന കാര്യവും പ്രചരിപ്പിക്കും. ഇതാണ് CPM, ഇങ്ങനെയാണ് CPM ഈ വിഷയത്തെ നേരിടാൻ പോകുന്നത്. എന്നാൽ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ടത് ഒരു പ്രധാന മുദ്രാവാക്യമായി പാർട്ടി ഏറ്റെടുത്തിരിക്കുന്ന ഘട്ടത്തിൽ സജി ചെറിയാനെതിരെ വന്ന കോടതിയുടെ പരാമർശവും ഒപ്പം തന്നെ സംസ്ഥാനത്തെ പോലീസ് സംവിധാനത്തിനെതിരെ, അതായത് അന്വേഷണം കാര്യക്ഷമമായി നടന്നില്ല, ഇക്കാര്യത്തിൽ ഒരു തിടുക്കപ്പെട്ട് ധൃതിയിലൊരു അന്വേഷണം റിപ്പോർട്ട് ഫയൽ ചെയ്യുക മാത്രമാണ് ഉണ്ടായത് എന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. നല്ല ഇൻറ്റഗ്രിറ്റിയുള്ള, പ്രതിബദ്ധതയുള്ള ഒരു ഉദ്യോഗസ്ഥനെ അന്വേഷണത്തിനായി നിയോഗിക്കണമെന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ, പോലീസിൻ്റെ അന്വേഷണ സംവിധാനത്തിനെതിരെയുള്ള ഗുരുതരമായ വിമർശനം കൂടിയായിട്ട് ഇത് മാറുന്നു. അതുകൊണ്ട് ആ നിലയ്ക്കും സർക്കാരിന് ഇത് ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ്. ശരി, ആർ ശ്രീത്തും ഷഫീദ് റാവുത്തറും വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. എന്തായാലും പ്രതിപക്ഷം പിന്നോട്ടില്ല, ശക്തമായ പ്രതിഷേധവുമായി, രാജി ആവശ്യം ഉയർത്തിക്കൊണ്ട് ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകും എന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. സജി ചെറിയാൻ്റെ ഭാഗം കേട്ടില്ല എന്ന വാദം കൊണ്ട് എത്രത്തോളം നിലവിൽ രൂപപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയെ മറികടക്കാൻ CPM-ന് കഴിയും എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയുകയും വേണം. നാളെ വിധി ദിനം. കേരളപ്പോര് പവേർഡ് ബൈ കേരള മാക്സിവ ഗോൾഡ് ലോൺ. പുരോഗതിയുടെ ആനന്ദം എല്ലാവർക്കും. Co-sponsored by Bima Jewels 100th Anniversary Super Surprise. ചുരം കയറി വയനാടൻ മനസ്സ് കീഴടക്കുന്നവർക്ക് ഭൂരിപക്ഷം എത്ര? വയനാട്ടിലെ ആകാംക്ഷ ഭൂരിപക്ഷത്തെ ചൊല്ലിയാണ്. വോട്ടെണ്ണലിന് മുമ്പ് വയനാട്ടിൽ മുന്നണികളുടെ പ്രതീക്ഷ എന്ത് എന്ന റിപ്പോർട്ടിലേക്കാണ് ആദ്യം. 2009 മണ്ഡലം രൂപീകൃതമായ ശേഷം എന്നും UDF-നൊപ്പമായിരുന്നു വയനാട്. 2019 രാഹുൽ ഗാന്ധി നേടിയത് സംസ്ഥാനത്തെ ചരിത്ര ഭൂരിപക്ഷം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷത്തിൽ ചെറിയ ഇടിവുണ്ടായി. ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയായി വന്നതോടെ 5 ലക്ഷവും 6 ലക്ഷവും ഭൂരിപക്ഷം ഉണ്ടാകുമെന്നായിരുന്നു UDF-ന്റെ പ്രചാരണം. പോളിംഗ് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ 8% ഇടിഞ്ഞതോടെ അവകാശവാദം 4 ലക്ഷത്തിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. 5 ലക്ഷത്തോളം വോട്ടുകളാണ് ഇത്തവണ പോൾ ചെയ്യാതിരുന്നത്. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ 1 ലക്ഷത്തോളം വോട്ടുകളുടെ കുറവുണ്ടായി. ഇതിൽ UDF വോട്ടുകളും ഉണ്ടോ എന്നാണ് മുന്നണിയുടെ ആശങ്ക. പോളിംഗ് കുറഞ്ഞത് ഞങ്ങൾക്ക് അതിൽ ആശങ്കയില്ല. കാരണം പോളിംഗ് കുറഞ്ഞതിലെ ഒരു ചെറിയ പെർസെൻറ്റേജ് മാത്രമാണ് UDF-ന്റെ വോട്ടുകളുള്ളത്. 2024 മെയ് മാസത്തിൽ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ ഭൂരിപക്ഷത്തെക്കാൾ വലിയ ഭൂരിപക്ഷം ഇത്തവണ പ്രിയങ്ക ഗാന്ധിക്ക് അനുകൂലമായി ഭൂരിപക്ഷം ഉണ്ടാവും. ശക്തമായ രാഷ്ട്രീയ മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് LDF-ന്റെ ആത്മവിശ്വാസം. 2014 UDF കോട്ടകളെ വിറപ്പിച്ച സത്യൻ മൊകേരിയിലൂടെ വോട്ട് നിലയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് മുന്നണിയുടെ പ്രതീക്ഷ. വയനാടിൻ്റെ വികസനത്തിൽ, കേരളത്തിൻ്റെ വികസനത്തിൽ LDF-ന്റെ സമീപനങ്ങളെ ഉന്നയിച്ചുകൊണ്ടാണ് നല്ല ക്യാമ്പയിൻ നടത്തിയത്. ആ ക്യാമ്പയിൻ വോട്ടിംഗ് പ്രതിഫലിക്കുമെന്നാണ് സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കെ സുരേന്ദ്രൻ നേടിയ 1,41,000-ലധികം വോട്ടുകൾ ഇത്തവണ നേടാൻ കഴിയുമെന്ന ആത്മവിശ്വാസം NDA-ക്കുണ്ട്. ബത്തേരി അടക്കമുള്ള മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരമാണ് ഉണ്ടായതെന്ന് NDA വിലയിരുത്തുന്നു. പരമാവധി വോട്ടുകൾ പോൾ ചെയ്യിക്കാൻ കഴിഞ്ഞുവെന്ന്
BJP നേതൃത്വവും അവകാശപ്പെടുന്നുണ്ട്. 24 വയനാട്. ചേലക്കരയിലേക്ക് പോയാൽ ചേലക്കര കണ്ട ഏറ്റവും വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാണ് നമ്മൾ കണ്ടത്. വോട്ടെണ്ണാൻ മണിക്കൂറുകൾ ബാക്കിയുള്ളപ്പോൾ മുന്നണികളുടെ നെഞ്ചിടിപ്പ് ഏറുകയാണ്. ചേലക്കരയിൽ നിന്നുള്ള റിപ്പോർട്ടിലേക്കാണ്. 18,000 വോട്ടിന്റെ ഭൂരിപക്ഷം ചേലക്കരയിൽ UR പ്രദീപ് നേടുമെന്നാണ് CPIM-ന്റെ കണക്ക്. 5,000-എങ്കിലും ഭൂരിപക്ഷം ഉറപ്പെന്ന് നേതാക്കൾ. തെല്ലും ആശങ്കയില്ലെന്ന LDF സ്ഥാനാർത്ഥി UR പ്രദീപ്. വിജയപ്രതീക്ഷ തന്നെയാണ്. അതിനകത്ത് തുടക്കം മുതൽ വേറെ ഒന്നും മങ്ങൽ വന്നിട്ടില്ല. ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് തന്നെയുള്ള വിധി തന്നെ ഉണ്ടാവുള്ളൂ. അത് ഞങ്ങൾ ആ വിധി മാനിച്ചു കഴിഞ്ഞാൽ ഒരു അനുകൂലമായ വിധി വന്നാലും തുടർന്നുള്ള പ്രവർത്തനം ഇനിയുള്ള ദിവസം പരമാവധി ഉപയോഗപ്പെടുത്തി നാടിന് ഒപ്പം നിന്ന് പ്രവർത്തിക്കാൻ മാത്രമാണ് ചെയ്യാനുള്ളത്. പാലക്കാടും വയനാടും അപ്പുറം ചേലക്കര നേടുന്നതാണ് രാഷ്ട്രീയ വിജയമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. അത് മുന്നിൽ കണ്ട താഴെത്തട്ട് മുതൽ നടത്തിയ പ്രവർത്തനങ്ങളിലാണ് UDF വിശ്വാസമർപ്പിക്കുന്നത്. ചേലക്കരയിലെ മാറ്റത്തിനായിട്ട് ചേലക്കരക്കാർ കാത്തിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു പിന്തുണ കൂടെ ഉണ്ടാകുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ തന്നെ വിജയത്തിൽ ഉറപ്പായിരിക്കും. അപ്പം ജനങ്ങളെ സംബന്ധിച്ച് അവർ ഈ ഒരു മാറ്റത്തിനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അവരെന്തായാലും കൂടെ ചേർന്ന് നിൽക്കുന്നു. മറ്റ് കണക്കുകളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ലീഡേഴ്സ് ഞങ്ങളോട് പങ്കു. ഇതുവരെയുള്ളതിൽ മികച്ച മുന്നേറ്റം നടത്താനാകുമെന്നാണ് മണ്ഡലത്തിലെ BJP പ്രതീക്ഷ. BJPയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ജയിക്കാനായിട്ട് തീരുമാനിച്ചൊരു മത്സരമാണ്. അപ്പം ഞങ്ങൾ അതിൽ വലിയ പ്രതീക്ഷയും വെച്ചിട്ടുണ്ട്. ആ പ്രതീക്ഷ തന്നെയായിരിക്കും ചേലക്കര വിജയിച്ച് ചേർക്കുന്നത്. എന്നാൽ PV അൻവറിന്റെ സ്ഥാനാർത്ഥി NK സുധീറിന്റെ സാന്നിധ്യം ഇടതു വലതു മുന്നണികളെ ഒരുപോലെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. വരവൂർ പഞ്ചായത്തിൽ ആദ്യ റൗണ്ട് എണ്ണി തുടങ്ങുമ്പോൾ തന്നെ ചേലക്കരയുടെ ഗതി നിർണയമാകും. 24 തൃശൂർ. 3 മുന്നണികൾക്കും ഒരുപോലെ നിർണായകമാണ് നാളത്തെ ഉപതെരഞ്ഞെടുപ്പ് ഫലം. സർക്കാരിനെയും പ്രതിപക്ഷത്തെയും ഫലം എങ്ങനെ സ്വാധീനിക്കും? സംസ്ഥാന BJP-യിൽ മാറ്റത്തിനിടയാക്കുമോ കിട്ടുന്ന വോട്ട്? ശ്രീജിത്തിന്റെ റിപ്പോർട്ട് കാണാം. വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കും പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഫലം രാഷ്ട്രീയത്തിലുണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങളാണ് ആകാംക്ഷ ഉയരാൻ കാരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന സർക്കാരിനും LDF-നും ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം നടത്തേണ്ടത് അനിവാര്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിൽ നിന്ന് കരകയറാൻ ചേലക്കരയിൽ ജയിക്കുകയും പാലക്കാട് നല്ല വോട്ട് നേട്ടം ഉണ്ടാക്കുകയും ചെയ്തേ മതിയാകൂ. ചേലക്കരയിലെ വിജയം ഭരണവിരുദ്ധ വികാരം കുറഞ്ഞതിന്റെ തെളിവായി ചൂണ്ടിക്കാണിക്കാം. ഫലം മറിച്ചാണെങ്കിൽ മുഖ്യമന്ത്രിയും CPM നേതൃത്വവുമെല്ലാം പാർട്ടി സമ്മേളനകാലത്ത് വിചാരണ ചെയ്യപ്പെടാൻ ഇടം നൽകും. ഇടക്കാലത്ത് പാർട്ടിയിൽ തലപൊക്കിയ നേതൃത്വത്തിനെതിരായ നീക്കങ്ങൾക്ക് വീണ്ടും ജീവൻ വെക്കുകയും ചെയ്യും. ഫലം മോശമായാൽ നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാനുള്ള ആത്മവിശ്വാസവും ചോരും. UDF-നും ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഏറെ നിർണായകമാണ്. സർക്കാർ വിരുദ്ധ വികാരം ശക്തമെന്ന് സ്ഥാപിക്കാൻ ചേലക്കരയിൽ അട്ടിമറി ജയവും പാലക്കാട് നല്ല ഭൂരിപക്ഷത്തിലുള്ള വിജയവും ഉണ്ടായേ മതിയാകൂ. ഇത് രണ്ടും സംഭവിച്ചാൽ പാർട്ടിയിലെ എതിർശബ്ദങ്ങളെ നിശബ്ദരാക്കിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശന് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് ശക്തമായി മുന്നോട്ട് പോകാം. എന്നാൽ ചേലക്കരയിൽ തോൽക്കുകയും പാലക്കാട് നല്ല വിജയം നേടാനാകാതെ പോവുകയും ചെയ്താൽ VD സതീശന്റെ രാഷ്ട്രീയ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടും. ഇപ്പോൾ തന്നെ സതീശിനെതിരെ പടയൊരുക്കം നടത്തുന്ന പാർട്ടിയിലെ വിഭാഗങ്ങൾ അത് മികച്ച അവസരമാക്കി മാറ്റും. പാലക്കാട് ഭൂരിപക്ഷം കുറഞ്ഞാൽ സന്ദീപ് വാര്യരെ കൊണ്ടുവരാനുള്ള തീരുമാനം തിരിച്ചടിച്ചെന്ന പഴിയും കേൾക്കേണ്ടി വന്നേക്കാം. പാലക്കാട് BJP അട്ടിമറി നടത്തിയാൽ UDF-നകത്ത് വലിയ പൊട്ടിത്തെറിയായിരിക്കും ഉണ്ടാകുക. പ്രിയങ്ക ഗാന്ധി മത്സരിച്ച വയനാട് പോളിംഗ് കുറഞ്ഞത് ഭൂരിപക്ഷത്തിലും ഇടിവുണ്ടാക്കിയാൽ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് ക്ഷീണമാകും. ഉപതെരഞ്ഞെടുപ്പിന് ശേഷം KPCC അധ്യക്ഷനെ മാറ്റാൻ ശ്രമിക്കുന്ന വിഭാഗത്തിന് ഇത് ആയുധമാകാനാണ് സാധ്യത. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഫലം BJP സംസ്ഥാന നേതൃത്വത്തിനും ഏറെ നിർണായകമാണ്. പാർട്ടി 2ാം സ്ഥാനത്തുള്ള A ക്ലാസ് മണ്ഡലത്തിൽ വിജയം നേടാനായാൽ അത് വമ്പൻ നേട്ടമാകും. തൃശൂർ ലോക്സഭാ സീറ്റിലെ വിജയത്തിന് പിന്നാലെ നിയമസഭയിലും അക്കൗണ്ട് തുറക്കുന്നത് സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന് വ്യക്തിപരമായും ഗുണം ചെയ്യും. എന്നാൽ പാലക്കാട് തിരിച്ചടി നേരിട്ടാൽ സ്ഥിതി വ്യത്യസ്തമാകാനാണ് സാധ്യത. ശ്രീജിത്ത്, 24 പാലക്കാട്. ഓരോ വോട്ടും കൂട്ടിയും കിഴിച്ചും കാത്തിരിക്കുകയാണ് പാലക്കാട്ടെ 3 മുന്നണികളും. ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ പല അവകാശവാദങ്ങളുണ്ടെങ്കിലും അതെല്ലാം മാറിമറിഞ്ഞേക്കുമെന്ന ആശങ്ക എല്ലാവർക്കുമുണ്ട്. പാലക്കാട്ട് നിന്നുള്ള റിപ്പോർട്ടിലേക്ക്. കൂട്ടിക്കിഴിക്കലുകളും വിലയിരുത്തലുകളുമൊക്കെ ഏറെക്കുറെ കഴിഞ്ഞു. പുറത്തു വലിയ ആത്മവിശ്വാസമെങ്കിലും ചിലയിടത്ത ചങ്കിടിപ്പ് ഏറെയാണ്. കണക്കുകൾ പ്രകാരം മണ്ഡലത്തിൽ വിജയിച്ചു കഴിഞ്ഞെന്ന് LDF സ്ഥാനാർത്ഥി ഡോക്ടർ P സരീൻ. UDF കണക്കുകൾ വായുവിൽ എഴുതിക്കൂട്ടുന്നത്. കോൺഗ്രസിന് കണക്ക് കൂട്ടാൻ എവിടുന്നാണ് ഈ കണക്കെന്നാണ് എൻ്റെ ചോദ്യം. വായുവിൽ എഴുതി കൂട്ടുന്ന കണക്ക് കുറെ കണ്ട ആളാണ് ഞാൻ. ഇത്തവണ പോൾ ചെയ്ത ഇടതുപക്ഷാഭിമുഖ്യമുള്ള 46,000 വോട്ടും ഈ 6,000 വോട്ടും കൂടി കിട്ടുമ്പോൾ എൻ്റെ കണക്കും ജനങ്ങളുടെ മനസ്സിലെ കണക്കും ഒക്കെ ശരിയാവുകയാണ്. ഭൂരിപക്ഷം പറയാനില്ലെങ്കിലും നാളെ പകൽ പാലക്കാട് UDF ക്യാമ്പിൽ ആഘോഷം തുടങ്ങിയിരിക്കുമെന്ന്
രാഹുൽ മാങ്കൂട്ടത്തിൽ. നഗരസഭയിലെ പോളിംഗ് കുറയുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ പോക്കറ്റുകളുണ്ടല്ലോ, കോൺഗ്രസ് UDF പോക്കറ്റുകളിൽ വളരെ കൃത്യമായി ഉയർന്ന പോളിംഗ് നിൽക്കുന്നുണ്ട്. പോളിംഗ് പെർസെൻറ്റേജ് വെച്ച് നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആണ്. പിന്നെ പാർട്ടിക്കകത്ത് കാൻഡിഡേറ്ററിനോടോ പാർട്ടികളോടുള്ള ആൻറ്റി വോട്ട്സ് ഇല്ലാത്തത് നമുക്ക് മാത്രമാണ്. പൊളിറ്റിക്കൽ വോട്ടുകൾക്കൊപ്പം ക്രൈസ്തവ വിഭാഗത്തിന്റെ 6000 വോട്ടുകൾ കൂടി ലഭിക്കുമെന്നാണ് NDA പ്രതീക്ഷ. അങ്ങനെയെങ്കിൽ ഇത്തവണ മണ്ഡലം പിടിച്ചെടുക്കാനാകുമെന്ന നേതാക്കൾ. ഭാരതീയ ജനതാ പാർട്ടി 100% ജയിക്കും. ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടി ചില കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ട് പൂർണ്ണമായിട്ടും പോൾ ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ ചില സ്പെഷ്യൽ വർക്കുകൾ നടത്തിയിട്ടുണ്ട്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഏതാണ്ട് 6000-7000 വോട്ട്, അതിലൊരു കാര്യമായ ഒരു സംഖ്യ ഭാരതീയ ജനതാ പാർട്ടിക്ക് എക്സ്ട്രാ ആയിട്ട് വരും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് ബൂത്ത് കണക്കുകൾക്കപ്പുറം ശക്തമായ അടിയൊഴുക്കുകൾ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കീഴ്മേൽ മറിയുമെന്ന നേതൃത്വങ്ങൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് പെട്ടിപ്പൊട്ടും വരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നേതാക്കളും പ്രവർത്തകരും. 24 പാലക്കാട്. വോട്ടെണ്ണലിന്റെ ഓരോ നിമിഷവും പ്രേക്ഷകരിലെത്തിക്കാൻ ടീം 24ഉം സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ 5 മുതൽ വോട്ടെണ്ണൽ അപ്ഡേറ്റ്സ് 24ലൂടെ തത്സമയം പ്രേക്ഷകർക്ക് കാണാം. പാലക്കാടും ചേലക്കരയും വയനാടും മാത്രമല്ല, മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും എല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാനുള്ള വിപുലമായ സംവിധാനവും 24 ഒരുക്കിക്കഴിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്കിൽ നിന്ന് S. വിജയകുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിജയകുമാർ, ഒരു ഇലക്ഷൻ ചാനൽ എന്നുള്ള നിലയിൽ 24നെ പ്രേക്ഷകർ നെഞ്ചിലേറ്റി കഴിഞ്ഞിട്ടുള്ളതാണ്. പലതവണ നമ്മളത് കണ്ടിട്ടുള്ളതാണ്, ആ പ്രേക്ഷകരുടെ പിന്തുണയൊക്കെ. നാളെ നമ്മളെങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലം പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളത് വലിയ പ്രതീക്ഷയോടുകൂടി പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ മാജിക് സ്ക്രീൻ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു. എങ്കിലും അവസാനവട്ട ഒരുക്കങ്ങൾ എന്നുള്ള നിലയിൽ എങ്ങനെയാണ് പ്രേക്ഷകരോട് അത് വിശദീകരിക്കാൻ കഴിയുക വിജയകുമാർ? റിജിത്ത്, പതിവ് പോലെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പും ഒരു ഉത്സവം തന്നെയാണ്, ജനാധിപത്യത്തിൻ്റെ ഉത്സവം എന്ന് നമ്മൾ പറയുന്ന ആ ജനാധിപത്യത്തിൻ്റെ ആ വലിയ മഹോത്സവത്തിന് നാളെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ ഡേ ആണ്. ഒരു സൂപ്പർ സാറ്റർഡേ എന്ന് നമുക്ക് എല്ലാ അർത്ഥത്തിലും പറയാവുന്ന ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ അതിൻ്റെ ക്ലൈമാക്സിലേക്ക് നാളെ നടന്നെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആവേശം മുഴുവൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കേവലം ആലങ്കാരികമായി നമ്മൾ സജ്ജമാണ് എന്ന് പറയുന്നത് പോലെയല്ല. നമ്മൾ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും, അത് ഇപ്പോൾ ഏത് തെരഞ്ഞെടുപ്പ് ആവട്ടെ, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആവട്ടെ, നിയമസഭാ തെരഞ്ഞെടുപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പോ, ഇതുപോലെ കേരളത്തിൽ പരക്കെ വലിയ ചർച്ചയായ ഉപതെരഞ്ഞെടുപ്പുകളും ആവട്ടെ, നമുക്ക് നമ്മുടെ ഒരു ആവേശമുണ്ട്, നമ്മൾക്കൊരു പതിവ് രീതിയുണ്ട്. ആ രീതി അതിൻ്റെ എല്ലാ തനിമയോടും കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളുടെ മാജിക് സ്ക്രീനിൽ ഉപതെരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ ചലനങ്ങളും ഒറ്റനോട്ടത്തിൽ അറിയാം. ഒപ്പം മഹാരാഷ്ട്രയും ജാർഖണ്ഡും എങ്ങോട്ട് പോകുന്നു എന്നതിൻ്റെ വിവരങ്ങളും അറിയാം. രാജ്യത്തും മറ്റു പല ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു. ഉത്തർപ്രദേശ് അടക്കം വളരെ പ്രധാനപ്പെട്ട ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ റിസൾട്ടുകളും അറിയാം. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ മുഴുവൻ വിവരങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന നമ്മളുടെ പതിവ് പോലെ മനോഹരമായ നമ്മളുടെ മാജിക് സ്ക്രീൻ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഒപ്പം നമ്മൾ 5 മണി മുതൽ നമ്മളുടെ നാളത്തെ തെരഞ്ഞെടുപ്പ് ദിവസത്തെ വിധി ദിനത്തിലെ നമ്മളുടെ ടെലികാസ്റ്റ് തുടങ്ങും. എല്ലാ വിവരങ്ങളും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്ന് തത്സമയം എത്തിക്കും. പിന്നീട് കൗണ്ടിംഗ് തുടങ്ങിയാൽ പിന്നെ ഇടതടവില്ലാതെ നമ്മൾ ആ വോട്ടെണ്ണലിൻ്റെ വിവരങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇത്തവണ നമുക്കറിയാം പാലക്കാടും ചേലക്കരയും ഒക്കെ ഒരു ത്രില്ലർ തന്നെയാണ്. അവസാന വോട്ടും എണ്ണിയാൽ മാത്രം ഫലം പറയാവുന്ന തരത്തിലേക്ക് അങ്ങേയറ്റം സങ്കീർണമാണ് ആ പാലക്കാട്ടെയും ചേലക്കരയിലെയും ഒക്കെ രാഷ്ട്രീയ സാഹചര്യം. അതുകൊണ്ട് അതിൻ്റെ ആവേശം എന്നത് എനിക്ക് തോന്നുന്നത് കൗണ്ടിങ് തീരുന്നത് വരെ ഉണ്ടാകും. അതുകൊണ്ട് ആ മുഴുവൻ ആവേശവും നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. നമ്മളുടെ സെൻട്രൽ ന്യൂസ് ഡെസ്ക് അതിന് തയ്യാറെടുത്തു കഴിഞ്ഞു. ജെയിംസ് സാറും ഗോപികൃഷ്ണനും ചേരുന്നുണ്ട്. ജെയിംസ് സാർ, നാളെ എല്ലാ തെരഞ്ഞെടുപ്പിലും നമ്മൾ പറയാറുണ്ട് നമ്മൾ സജ്ജമാണെന്ന്, പക്ഷേ നാളത്തെ ഒരു 1.5 റിസൾട്ട് ആയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. എന്ന് മാത്രമല്ല, ഈ ജനാധിപത്യത്തിൻ്റെ ആഘോഷമാണല്ലോ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ. അപ്പോൾ ഇവിടെ നമ്മുടെ ഡെസ്കിലും അതുപോലെയുള്ള ഒരു സെലിബ്രേഷൻ ജനാധിപത്യത്തിൻ്റെ ആഘോഷമായിട്ടാണ് ഇത് ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പുകൾ 24ൻ്റെ ഇതാ കാണാനാണ് ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരും വരുന്നത്. കാരണം നമ്മൾ വളരെ വ്യത്യസ്തമായിട്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ വിജയകുമാർ പറഞ്ഞ പോലെ മഹാരാഷ്ട്ര, ജാർഖണ്ഡ് എക്സിറ്റ് ഫലങ്ങളിൽ മഹാരാഷ്ട്രയിൽ BJP മുന്നണിക്ക് ഒരു അപ്പർ ഹാൻഡ് പറയുന്നുണ്ട്. പക്ഷെ എപ്പോഴും എക്സിറ്റ് പോൾ ശരിയാവണമെന്നില്ല. കട്ടയ്ക്ക് മത്സരം വന്നേക്കാം. അവിടെയും ചില എക്സിറ്റ് പോളുകൾ മറ്റു മുന്നണി, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണി ജയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജാർഖണ്ഡിൽ 5 കൂട്ടർ ഒരു കൂട്ടർക്ക് അനുകൂലമായിട്ട് ബാക്കി ഉള്ളവർ കോൺഗ്രസ് മുന്നണിക്ക് അനുകൂലമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നാളത്തെ ഇതൊക്കെ മാറി മറിയാവുന്ന അവസ്ഥ ഉണ്ടാവാം. അതിനേക്കാൾ ഒരുപക്ഷെ ത്രില്ലിംഗ് ആവുക പാലക്കാട്ടത്തെയും ചേലക്കരയിലും റിസൾട്ടായിരിക്കും. വയനാട്ടിലത്തെ റിസൾട്ടിനെ കുറിച്ച് നമുക്കൊരു പക്ഷേ
ഇതുണ്ടാവില്ല. ഭൂരിപക്ഷം എത്രയായിരിക്കും പ്രിയങ്ക ഗാന്ധിക്ക് എന്നാണ് അറിയാനുള്ളത്. എന്തായാലും ഇതൊരു വലിയ രീതിയിൽ 24-നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആഘോഷമായിട്ട് തന്നെ സെൻട്രൽ ഡെസ്കും അതുപോലെ തന്നെ ബ്യൂറോകളും എല്ലാം സജീവമാണ്. വിജയകുമാർ, ജെയിംസ് സാറ് പറഞ്ഞതുപോലെ എക്സിറ്റ് പോൾ ഈസ് നോട്ട് എക്സാക്ട് പോൾ. അത് നമുക്ക് നമ്മളുടെ കുറച്ച് നാളായി നമ്മളുടെ അനുഭവത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എക്സിറ്റ് പോളിനെ ഒക്കെ മാറ്റിവെച്ച് നാളെ എക്സാക്ട് പോളിൻ്റെ റിസൾട്ട് അതിലെ ആവേശത്തോടെ എത്തിക്കാൻ പോവുകയാണ്. ഗോപി, ഇപ്പോൾ നമ്മൾ നാടിൻ്റെ ന്യൂസ് ഡെസ്ക് എന്നാണ് നമ്മൾ എല്ലാ തവണയും പറയുക. തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ നമ്മൾ ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പോൾ നാളെ ഈ ഉപതെരഞ്ഞെടുപ്പിന് പതിവിൽ കവിഞ്ഞ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് അല്ലേ? ഒരു ഇഞ്ചോടിഞ്ച് എന്നൊക്കെ നമ്മൾ കേവലം പറയുന്നതല്ല, യഥാർത്ഥത്തിൽ അത് തന്നെയാണ്. അപ്പോൾ ആ ദിവസം ഒരു സൂപ്പർ സാറ്റർഡേ ആണ് നാളെ എല്ലാ അർത്ഥത്തിലും അല്ലേ? സൂപ്പർ സാറ്റർഡേ ആണ് എല്ലാ അർത്ഥത്തിലും. നമ്മളുടെ ടെക്നിക്കൽ എക്സ്പെർട്ടീസ് എല്ലാം നാളെ അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. വിജയൻ അറിയാം, 3 കാര്യങ്ങളിലാണ് നമ്മൾ മറ്റ് ചാനലുകളിൽ നിന്ന് വ്യത്യസ്തരായി നിൽക്കുന്നത്. ഒന്ന്, വളരെ പ്രിസിഷനോടുകൂടി വളരെ വേഗത്തിൽ തന്നെ വിവരങ്ങൾ ആദ്യം കൊടുക്കുന്നു. 2, ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മാജിക് സ്ക്രീൻ, അത് എല്ലാ സമയത്തെയും പോലെ നമ്മുടെ പ്രത്യേകതയാണ്. 3-മതായി SKN വിജയകുമാർ ഹാഷ്മി ടീം, നിങ്ങളുടെ ട്രയോ അതിന് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഡെലിവറി, അത് ആളുകളെ സംബന്ധിച്ച് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ വളരെ ചടുലമായി വിവരങ്ങൾ കൊടുക്കുന്ന കൃത്യതയോടുകൂടി വളരെ രസകരമായ രീതിയിൽ അതിൻ്റെ അവതരണം നമ്മൾ കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ എളുപ്പത്തിൽ ഏതൊരാൾക്കും വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മാജിക് സ്ക്രീനും. ഈ 3 സവിശേഷത കാണാൻ എല്ലാ കാലത്തും നമ്മളൊരു ഇലക്ഷൻ എക്സ്പേർട്ട് എന്ന നിലയിൽ കൗണ്ടിംഗ് ഡേയുടെ അന്ന് മറ്റെല്ലാവരെക്കാളും മുന്നിൽ നിർത്തുന്നത്. അതിന് പ്രേക്ഷകർ നൽകുന്ന പിന്തുണയാണ്. ഇത്തവണയും അവരുടെ അകമഴിഞ്ഞ പിന്തുണ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതാണ്. അപ്പോൾ നമ്മൾ ഡെസ്കിൽ ഞങ്ങളെല്ലാവരും SKൻ്റെ നേതൃത്വത്തിലുണ്ടാകും. നമ്മളുടെ ഗ്രൗണ്ടിൽ നമ്മളുടെ പരിചയസമ്പന്നരായ എത്രയോ തെരഞ്ഞെടുപ്പുകൾ റിപ്പോർട്ട് ചെയ്ത് പരിചയസമ്പന്നരായ നമ്മളുടെ ടീമും ഉണ്ടാകും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചടുലമായ നിമിഷവും മിസ്സാവാതെ അതിനെ ആ ഗ്രൗണ്ടിലെ മുഴുവൻ ആവേശവും ഞങ്ങൾ സ്ക്രീനിലെത്തിക്കും. അത് ഞങ്ങൾ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും കാട്ടിത്തന്നതാണ്. ആ ഉറപ്പാണ് ഇത്തവണയും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിൽ ഞങ്ങൾക്ക് വയ്ക്കാനുള്ളത്. രാവിലെ 5 മണി മുതൽ നമ്മളുടെ നാളത്തെ പ്രത്യേക ടെലികാസ്റ്റ് തുടങ്ങും. അത് അവസാന വോട്ടും എണ്ണി വിധി വന്നാലും അവസാനിക്കില്ല. പിന്നീട് നടക്കാൻ പോകുന്നത് ഒരുപക്ഷെ സമാനതകളില്ലാത്ത രാഷ്ട്രീയ ചർച്ചകളാകും കേരളത്തിൽ നടക്കാൻ പോകുന്നത്. ആ തരത്തിലൊക്കെയാണ് ഗ്രൗണ്ടിൽ നിന്നുള്ള വിവരങ്ങൾ വരുന്നപ്പോൾ പ്രേക്ഷകരെ കാത്തിരിക്കുക. നാളത്തെ സൂപ്പർ സാറ്റർഡേ ഒരു വലിയ ആവേശ കാഴ്ചയായി 24 പ്രേക്ഷകരിലേക്ക് എത്തിക്കും. റിജിത്ത്, നമ്മൾ റെഡിയാണ്. ശരി, എസ് വിജയകുമാർ 24-ൻ്റെ ഒരുക്കം തയ്യാറെടുപ്പുകളൊക്കെ വിശദീകരിക്കുകയായിരുന്നു. പൂർണ്ണമായി സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും രാവിലെ മുതൽ 24-നൊപ്പം ഉണ്ടാകും. രാവിലെ 5 മണി മുതൽ തന്നെ 24-നൊപ്പം ഉണ്ടാകും എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. പ്രശസ്ത സാഹിത്യകാരനും നാടകാചാര്യനുമായ ഓംചേരി NN പിള്ള അന്തരിച്ചു എന്നുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട്. ഡൽഹി സെൻറ്റ് സ്റ്റീഫൻസ് ആശുപത്രിയിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. 102 വയസ്സായിരുന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ബൽറാം, എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? അദ്ദേഹത്തിന് സംഭാവനകളെ ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് ഓർക്കാൻ കഴിയുക ബൽറാം? റിജിത്ത്, ഡൽഹിയിലെ പ്രമുഖ സാഹിത്യകാരൻ അല്ലെങ്കിൽ ഡൽഹി സാംസ്കാരിക മേഖലയിലെ നിറസാന്നിധ്യമായിരുന്ന ഓംചേരി NN പിള്ള അന്തരിച്ചിരിക്കുന്നു. അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. അദ്ദേഹത്തിന് വാർദ്ധക്യ സഹജമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയോടെയാണ് അദ്ദേഹത്തെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ഡൽഹി സെൻറ്റ് സ്റ്റീഫൻസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ മരണം ആശുപത്രിയിൽ നിന്നും സ്ഥിരീകരിച്ചത്. മൃതദേഹം അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ എത്തിക്കും. പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് കുടുംബം തീരുമാനം എടുക്കുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ദീർഘകാലമായി മലയാള സാഹിത്യ മേഖലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒട്ടേറെ സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. 80-ലധികം ഏകാംഗ നാടകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ചെറുപ്പം മുതൽ തന്നെ കവിതാരചനയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യ പ്രവേശനം. പിന്നീട് ഓൾ ഇന്ത്യ റേഡിയോയിൽ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. ഡൽഹിയിലേക്ക് അദ്ദേഹം പറിച്ചു നടപ്പെടുന്നു. പിന്നീട് ഡൽഹിയിലെ സാംസ്കാരിക കലാ മേഖലകളിലെല്ലാം തന്നെ നിറസാന്നിധ്യമായിരുന്നു അദ്ദേഹം ദീർഘകാലമായി. ഡൽഹിയിലെ സാംസ്കാരിക മേഖലയിലെ സാഹിത്യകാരന്മാരുടെ ഏറ്റവും സമ്പുഷ്ടമായ ഒരു കാലത്ത് അദ്ദേഹം അവരോടൊപ്പം പ്രവർത്തിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു സാഹിത്യകാരൻ കൂടിയാണ് അദ്ദേഹം. ഒരു കവി, നോവലിസ്റ്റ്, ഒപ്പം തന്നെ മറ്റ് മേഖലകളിലെല്ലാം തന്നെ സമഗ്ര സംഭാവനകൾ നൽകിയ അദ്ദേഹത്തിന് 2 തവണ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും 2020-ൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. കേരള പ്രഭ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ശ്രീ ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ MA ബേബി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ MA ബേബി, പ്രശസ്ത സാഹിത്യകാരനും നാടകാചാര്യനുമായിരുന്ന പ്രൊഫസർ ഓംചേരി NN പിള്ള നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കുകയായിരുന്നു. നിരവധി നാടകങ്ങൾ, നോവലുകൾ, നിരവധി പുരസ്കാരങ്ങൾ,
അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ എങ്ങനെയാണ് താങ്കൾ ഓർക്കുന്നത്? ശ്രീ ഓംശേരി പിള്ള സാറുമായിട്ട് ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലുള്ള ബന്ധമാണ് ഉണ്ടായിരുന്നത്. ഡൽഹി കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥി സംഘടന, യുവജന സംഘടന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്ന കാലം തൊട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിട്ടിപ്പോൾ ഏതാണ്ട് 4.5 പതിറ്റാണ്ടാവുകയാണ്. 1979 മുതൽ അദ്ദേഹവുമായിട്ട് എനിക്കറിയാം. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പത്നി കുറെ നാൾ മുമ്പ് ഡോക്ടർ ലീല ഓംചേരി ടീച്ചർ, പ്രശസ്ത ഗായകൻ കമുകറ പുരുഷോത്തമന്റെ സഹോദരിയാണ്, സംഗീതജ്ഞയാണ്. അവർ മരിച്ചുപോയി. അവരുടെ മരണവും ഓംചേരി സാറിന്റെ ജീവിതത്തെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. ഏതാനും ആഴ്ചകൾക്ക് മുമ്പും അദ്ദേഹത്തെ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ സമീപത്തുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കണ്ടതാണ്. അദ്ദേഹം അവസാനം കാണുമ്പോഴും വളരെ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കുകയും കേരളത്തിലേക്ക് എപ്പോഴാണ് പോകുന്നതെന്ന് ചോദിക്കുകയൊക്കെ ചെയ്യുന്നു. രോഗബാധിതനായി ശയ്യാവലംബിയായിരുന്നു അദ്ദേഹം. എന്നാലും അദ്ദേഹവും ജീവിച്ചിരുന്ന കാലത്തോളം ഭാര്യയും മകൾ കലാകാരിയായി കൂടിയായ ദീപ്തി ഓംചേരി ഭല്ല, ഇവരും ബെറ്റിയും ഞാനും എല്ലാം അടങ്ങുന്ന കുടുംബം പലപ്പോഴും ഒത്തുകൂടാറുണ്ടായിരുന്നു. സ്വരലയ എന്ന് പറയുന്ന സാംസ്കാരിക സംഘടന രൂപവൽക്കരിക്കുന്നത് ഓംചേരി സാറിന്റെയും ലീല ഓംചേരി ടീച്ചറുടെയും എല്ലാം പങ്കാളിത്തത്തോടു കൂടിയാണ് നമ്മൾ നോക്കുന്നത്. ഏറ്റവും പ്രധാനമായ കാര്യം നാടക സാഹിത്യത്തിന് അദ്ദേഹം നൽകിയ സംഭാവനയാണ്. ഇടതുപക്ഷ പ്രസ്ഥാനവുമായിട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്ന ബന്ധം ഒരുപക്ഷെ എത്ര പേർക്കറിയാം എന്ന്. ശരി, സാഹിത്യ ലോകത്തിനുണ്ടായ നഷ്ടം, അതുപോലെ വ്യക്തിപരമായ അദ്ദേഹത്തിനുണ്ടായ നഷ്ടം, അത് പ്രേക്ഷകരോട് വിശദീകരിക്കുകയായിരുന്നു, അദ്ദേഹത്തെ ഓർക്കുകയായിരുന്നു ശ്രീ MA ബേബി. ഇപ്പോൾ ആനി രാജ കൂടി നമ്മളോടൊപ്പം ടെലിഫോൺ തത്സമയം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആനി രാജ, ഡൽഹിയിലെ സാംസ്കാരിക കൂട്ടായ്മകളിൽ നിറസാന്നിധ്യമായി നിന്ന ഒരു പ്രതിഭയാണ് വിട പറഞ്ഞു പോകുന്നത്. പ്രളയം, തേവരുടെ ആന, കള്ളൻ കയറിയ വീട് പോലുള്ള നോവലുകൾ. ഏറ്റവും ശ്രദ്ധേയമായി നമ്മൾ എടുത്തു കാട്ടേണ്ടത് നാടകങ്ങൾ തന്നെയാണ്. 80-ലധികം നാടകങ്ങൾ. ഈ വെളിച്ചം നിങ്ങളുടേതാകുന്നു, പ്രളയം പോലുള്ള നാടകങ്ങൾ. അതിനെല്ലാം ഉപരി താങ്കൾക്കൊക്കെ വ്യക്തിപരമായുള്ള സൗഹൃദം കൂടിയുണ്ട് എന്നുള്ള കാര്യം അറിയാം. എങ്ങനെയാണ് അദ്ദേഹത്തെ ഈ ഘട്ടത്തിൽ ഓർക്കുന്നത്? തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ വിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. ഓംചേരി കുടുംബം എന്ന് പറഞ്ഞാൽ ആ കുടുംബം കേരളത്തിൻ്റെ സംസ്കാരത്തെയും കേരളത്തിൻ്റെ ഭാഷയെയും കേരളത്തനിമയെയും ഒക്കെ തന്നെ ഡൽഹിയിലും അതുപോലെ തന്നെ ആഗോളതലത്തിൽ, ഡൽഹി എന്ന് പറയുമ്പോൾ ഒരുപാട് മറ്റ് രാജ്യങ്ങളുടെ എംബസികളും ഒക്കെയുള്ള ഒരു ഇടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തനിമയെ ആഗോളതലത്തിൽ പല വിധത്തിലും കൊണ്ടുചെന്നെത്തിക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ശ്രീ ഓംചേരി എന്നുള്ളത് എടുത്തു പറയേണ്ട. അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ അദ്ദേഹം ഡൽഹിയിൽ വന്നത് തന്നെ കേരളത്തെയും കൂടി ഡൽഹിയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ അതിനെ കാണുന്നത്. താങ്കൾ സൂചിപ്പിച്ച് നിറസാന്നിധ്യമായിരുന്ന സാംസ്കാരിക കൂട്ടായ്മയിൽ എന്ന് പറയുമ്പോൾ അത്തരം സാംസ്കാരിക കൂട്ടായ്മകൾ ഈ ഡൽഹിയിലുള്ള മലയാളി സമൂഹത്തിന് കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നതിനും ഒക്കെ തന്നെ അതിനോടൊപ്പം നിന്ന് സംഘാടകനായി നിന്നുകൊണ്ട് ഒരു ജീവിതം മുഴുവനും നമ്മുടെ സംസ്കാരത്തിനും കേരളത്തിൻ്റെ സംസ്കാരത്തിനും ഒക്കെ തന്നെ വേണ്ടി ആ ജീവിതം ഒഴിഞ്ഞുവെച്ച ജീവിതമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ അദ്ദേഹം ഇവിടെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് കേരളത്തിലെ മലയാളി കുടുംബങ്ങളിലെ കുട്ടികൾക്ക് വളരെ ചെറിയ ചിലവിൽ വിദ്യാഭ്യാസം സാധ്യമാക്കുന്നതിന് വേണ്ടി കേരള സ്കൂളുകൾ ഈ ഡൽഹിയിൽ പല സ്ഥലങ്ങളിൽ, ഇപ്പോൾ ഡൽഹിയിൽ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് 6ഓളം കേരള സ്കൂളുകളാണുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ആദ്യകാലത്തൊക്കെ അതൊക്കെ തുടങ്ങുന്നതും അത്തരമൊരു വിഷനോടെ, അത്തരമൊരു കാഴ്ചപ്പാടോടെ അതിലെല്ലാം മുൻകൈ എടുക്കുകയും അത്തരം സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും അതിനാവശ്യമായുള്ള പ്രവർത്തനങ്ങൾ ബന്ധപ്പെടേണ്ടവരോടൊക്കെ ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആ സ്ഥാപനങ്ങൾ, അതുപോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സാംസ്കാരിക സ്ഥാപനങ്ങളൊക്കെ തന്നെ കെട്ടിപ്പടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള എല്ലാവരാലും ആദരിക്കപ്പെടുന്ന
ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീ ഓംചേരിയുടേത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വിയോഗമെന്ന് പറയുന്നത് കേരളീയരെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച്, കേരള സംസ്കാരത്തെയും ഭാഷയെയും ഒക്കെ തന്നെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹത്തിൻ്റെ നാടകത്തിൽ അങ്ങ് അഭിനയിച്ചു? തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹം ഒരു നാടകത്തിൽ അഭിനയിച്ചു എന്ന് പറയുമ്പോൾ അതാണ് ഈ കേരളപ്പിറവി ഡൽഹിയിൽ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന പരിപാടികളോടെയാണ്, സാംസ്കാരിക പരിപാടികൾ അതുപോലെ മറ്റു പരിപാടികളോടെ സംഘടിപ്പിക്കുകയാണ്. ആ കേരളപ്പിറവിയെ ഡൽഹിയിലെ മുഴുവൻ, ആ കേരളപ്പിറവി ആഘോഷത്തിലേക്ക് ഡൽഹിയിലെ മുഴുവൻ കേരളീയരെയും ഒരു ആകർഷിക്കുന്ന ഒരു വലിയ കേന്ദ്ര ബിന്ദുവായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു നാടകത്തിൽ ഭാഗമാകാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ അതിനപ്പുറത്തേക്ക് എനിക്ക് വേറൊന്ന് പറയാനുണ്ട്. ഞാൻ ഡൽഹിയിൽ ഞങ്ങളുടെ ജീവിതം തുടങ്ങുമ്പോൾ എന്നെ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ സഹായമെന്ന് പറഞ്ഞാൽ അന്ന് കാനിങ് റോഡിലെ കേരള സ്കൂളിൽ ഒരു അധ്യാപികയുടെ താൽക്കാലിക ഒഴിവിലേക്ക് ഞാൻ BEd എല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ എന്നെ അങ്ങോട്ടേക്ക് ആ ജോലിയിൽ എനിക്ക് ഒരു ഇടം തരികയും അത് ഞങ്ങളുടെ കുടുംബത്തെ ഒരു വലിയ തോതിൽ അദ്ദേഹം ഇൻഡയറക്റ്റ്ലി ഹെൽപ്പ് ചെയ്യുകയുമായിരുന്നു. അതൊന്നും അത്തരത്തിൽ ഒരുപാട് മനുഷ്യർക്ക്, എനിക്ക് എൻ്റെ കാര്യം ഞാൻ എല്ലാം ഇപ്പോൾ തുറന്നു പറയുകയാണ്, ആ സമയത്ത് ഞങ്ങളെ സംബന്ധിച്ച് അതൊക്കെ ഏറ്റവും വലിയ സഹായമായിരുന്നു. അതുപോലെ അദ്ദേഹം ഒരുപാട് ആളുകൾക്ക് അത്തരത്തിലുള്ള സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നാടകത്തിൽ അഭിനയിച്ചു എന്ന് മാത്രമല്ല, എൻ്റെ ജീവിതം തന്നെ ഡൽഹിയിൽ കരുപ്പിടിപ്പിക്കുന്നതിന് കൂടി അദ്ദേഹം സഹായിച്ചിട്ടുണ്ട് എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ അവസരത്തിൽ. ശരി, വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ആനി രാജ നമ്മളോട് പ്രതികരിക്കുകയായിരുന്നു. പ്രശസ്ത സാഹിത്യകാരനും നാടകാചാര്യനുമായിരുന്ന പ്രൊഫസർ ഓംചേരി NN പിള്ള ഓർമ്മയായിരിക്കുന്നു. അദ്ദേഹത്തിന് 102 വയസ്സായിരുന്നു. നേരത്തെ ആനി രാജ ചൂണ്ടിക്കാട്ടിയതുപോലെ അദ്ദേഹത്തിൻ്റെ സാഹിത്യ സംഭാവനകൾ എന്നുള്ളതിനൊപ്പം തന്നെ നമ്മൾ ചേർത്ത് പറയേണ്ടതാണ് ആ സാഹിത്യ മേഖലയിൽ അതിൻ്റെ വളർച്ചയ്ക്ക് അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ പ്രധാനമാണ്. 1963 എക്സ്പെരിമെൻ്റൽ തിയേറ്റർ രൂപീകരിക്കുന്നു. ചെരുപ്പ് കടിക്കില്ല എന്ന നാടകത്തിൽ നടൻ മധുവും അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിൽ ഈ രാഷ്ട്രീയ രംഗത്തുള്ള ആളുകളൊക്കെ അഭിനയിക്കുന്നത്, അവരൊക്കെ അതിൻ്റെ ഭാഗമാകുന്നതൊക്കെ ഒരു കാലത്ത് സജീവമായി കണ്ടിരുന്നതാണ്. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്ന AKജിയുടെ പ്രേരണയിലാണ് ആദ്യ നാടകം അദ്ദേഹം രചിക്കുന്നത്. ഈ വെളിച്ചം നിങ്ങളുടേതാകുന്നു എന്ന നാടകത്തിൽ അഭിനയിച്ചത് MP മാരായിരുന്ന KC ജോർജ്, PT പുന്നൂസ്, ഇമ്പിച്ചിബാവ, VP നായർ തുടങ്ങിയവരൊക്കെയായിരുന്നു. അങ്ങനെ ഡൽഹിയിലെ ഒരു വളരെ സജീവമായി അവിടുത്തെ സാംസ്കാരിക അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു പ്രതിഭയാണ് നമ്മളെ വിട്ടുപോകുന്നത്. 1924 വൈക്കം ഓംചേരി വീട്ടിൽ നാരായണപിള്ളയുടെയും പാപ്പിക്കുട്ടിയമ്മയുടെയും മകനായി ജനിച്ച് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലാണ് അദ്ദേഹത്തിൻ്റെ പഠനം പൂർത്തിയാക്കുന്നത്. ആദ്യകാലത്ത് അദ്ദേഹത്തിന് കവിതകളോടായിരുന്നു താല്പര്യം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ആദ്യകാലത്ത് അങ്ങനെ കവിതകൾ എഴുതിയാണ് അദ്ദേഹം തുടങ്ങുന്നത്. പിന്നീട് അദ്ദേഹം നാടകത്തിലേക്ക് തിരിയുകയായിരുന്നു. അതിൽ തന്നെ നേരത്തെ ബൽറാം ചൂണ്ടിക്കാട്ടിയതുപോലെ 80ഓളം നാടകങ്ങൾ, ശ്രദ്ധേയമായി നമ്മൾ എടുത്തു പറയേണ്ട ചില നാടകങ്ങൾ അതിൽ ഉൾപ്പെടുകയാണ്. 1951 ഡൽഹി ആകാശവാണിയിൽ മലയാളം വാർത്താ വിഭാഗത്തിൽ ജീവനക്കാരനായി ഡൽഹിയിൽ അദ്ദേഹം എത്തുകയായിരുന്നു. ഇപ്പോൾ എഴുത്തുകാരൻ സേതു നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. സാർ, ഈ ഓംചേരി NN പിള്ള ഓർമ്മയായിരിക്കുന്നു. എങ്ങനെയാണ് താങ്കൾ അദ്ദേഹത്തെ ഓർക്കുന്നത്? എനിക്ക് അദ്ദേഹമായിട്ട് വളരെ വ്യക്തിപരമായ വലിയ അടുപ്പമുണ്ടായിരുന്നു. വാസ്തവം പറയാല്ലേ, ഞാൻ 66 ഡൽഹിയിൽ ചെല്ലുമ്പോൾ, അന്ന് ഞാനൊരു ചെറുപ്പക്കാരൻ പയ്യനാണ്. അപ്പം അദ്ദേഹം കേരള ക്ലബിൻ്റെ പ്രസിഡന്റാണ്. അപ്പം അന്ന് തന്നെ ഡൽഹിയിലെ മലയാളികളുടെ ഇടയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ്. ഓംചേരി ഇല്ലാതെ അവിടെ ഒരു ചടങ്ങുമില്ല. അപ്പം കേരള ക്ലബ്ബായാലും കഥകളി ക്ലബ്ബായാലും കലാകേന്ദ്രങ്ങളായാലും നാടക സമിതികളായാലും എല്ലായിടത്തും ഓംചേരി ഉണ്ട്. അപ്പം അന്ന് തുടങ്ങിയ ബന്ധം അടുത്ത കാലത്ത് വരെ, ഞാൻ പറയാം, 10-70 കൊല്ലമായിട്ട് അദ്ദേഹം ഞാനുമായിട്ട് ബന്ധം പുലർത്തുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആകസ്മികമായിട്ട് ഏറ്റവും കൂടുതൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിൻ്റെ കമ്മിറ്റിയിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പം ആ കമ്മിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ ആകസ്മികം എന്ന് പറഞ്ഞ ആത്മകഥയായിരുന്നു അത്. ആ പുസ്തകം വായിച്ചപ്പോൾ ഞാൻ വാസ്തവത്തിൽ അത്ഭുതപ്പെട്ടു പോയി. കാരണം അത്ര അധികം കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം പഠിച്ചും വലിയ നിലയിലെത്തിയത്. ഡൽഹിയിലൊക്കെ വലിയ പൊസിഷനിലെത്തി, വിദേശത്ത് പോയി പഠിച്ചു. അപ്പം ആ തുടക്കം
പാർട്ട് ടൈമായിട്ട് വല്ലതിലും ജോലി ചെയ്തിട്ടൊക്കെയാണ് അദ്ദേഹം അവിടം വരെ എത്തിയത്. പക്ഷേ ഒരു എന്താ പറഞ്ഞ എല്ലാവർക്കും അനുകരിക്കാവുന്ന ഒരു ജീവിതം, 100 വർഷം എന്നൊക്കെ പറഞ്ഞ ചെറിയ കാര്യമൊന്നുമില്ല. അപ്പം അദ്ദേഹം കഴിഞ്ഞ 1 കൊല്ലം മുമ്പ് വരെ എന്നെ വിളിക്കാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ നാഷണൽ ബുക്ക് ട്രസ്റ്റ് ചെയർമാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന കാലത്ത് പലപ്പോഴും ഞങ്ങളുടെ എല്ലാ ചടങ്ങുകൾക്കും ഓഞ്ചേരി വിളിക്കും. കാരണം അദ്ദേഹം ഇല്ലാതെ നമുക്ക് പല ചടങ്ങുകൾക്കും ഒരു അപൂർണമാകും തോന്നാറുണ്ട്. എൻ്റെ ഇംഗ്ലീഷിലെ ഒരു കഥാസമാഹാരത്തിൻ്റെ പ്രകാശനത്തിന് അധ്യക്ഷനായിട്ട് ഞാൻ അദ്ദേഹത്താണ് വിളിച്ചത്. ലോഞ്ച് ചെയ്യാനായിട്ട് ഇംഗ്ലീഷിലെ വലിയൊരു എഴുത്തുകാരനുണ്ടായിരുന്നു. പക്ഷേ അധ്യക്ഷൻ ഓഞ്ചേരി വേണമെന്ന് എനിക്ക് വലിയ നിർബന്ധമുണ്ടായിരുന്നു. എന്തായാലും ഇതൊരു വലിയ വലിയൊരു അദ്ദേഹത്തിൻ്റെ വിയോഗം നമ്മളെ വളരെ വേദനിപ്പിക്കുന്നു. എന്നാലും ഒരു 100 കൊല്ലം ഒരു നിറഞ്ഞ ജീവിതം അദ്ദേഹം ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ ഇതില് പ്രണാമം. ശരി, ഓംചേരി NN പിള്ളയെ ഓർക്കുകയായിരുന്നു എഴുത്തുകാരൻ സേതു. അദ്ദേഹവും ചൂണ്ടിക്കാട്ടുന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യ സംഭാവനകൾ എന്നുള്ളത് പോലെ തന്നെ പ്രധാനമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഒരു കാലത്ത് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന എല്ലാവരുടെയും സാംസ്കാരിക സൗഹൃദങ്ങളിൽ, സാംസ്കാരിക കൂട്ടായ്മകളിലൊക്കെ നിറസാന്നിധ്യമായിരുന്ന ആളാണ്. ഇപ്പോൾ AK ആൻ്റണി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ AK ആൻ്റണി, താങ്കൾക്കൊക്കെ വ്യക്തിപരമായി വലിയ അടുപ്പമുണ്ടായിരുന്ന ആളാണ് എന്നറിയാം. വലിയ നഷ്ടമാണ് എന്നറിയാം. ഓംചേരി NN പിള്ള ഓർമ്മയാവുന്നു. 102-ാം വയസ്സിൽ അദ്ദേഹം നമ്മളെ വിട്ടു പിരിയുന്നു. എങ്ങനെയാണ് അദ്ദേഹവുമായുള്ള ബന്ധം ഓർക്കുന്നത്? ഞങ്ങൾ ചേർത്തലയും വൈക്കവും അയലത്തുകാരാണെങ്കിലും ഞാൻ അദ്ദേഹവുമായി പരിചയപ്പെട്ടത് ഡൽഹിയിൽ ചെന്നതിന് ശേഷമാണ്. ഒരു കാലഘട്ടത്തിൽ ഡൽഹിയിൽ എന്തെങ്കിലും തൊഴിലന്വേഷിച്ച് തീവണ്ടി കയറി ഡൽഹിയിൽ എത്തിയിരുന്ന മലയാളികൾക്ക് ഏറ്റവും വലിയ സഹായിയായി, അത്താണിയായി പ്രവർത്തിച്ച ആളാണ് ഓംചേരി. സാഹിത്യ സാംസ്കാരിക രംഗത്തെ അദ്ദേഹത്തിന്റെ സംഭാവനകൾ എല്ലാവർക്കും അറിയാം. അതിനേക്കാൾ പുതിയ ഒരു പക്ഷേ ഓർക്കാത്തത് ഇന്നത്തെ ഡൽഹി അല്ല, പഴയ ഡൽഹി. ആരും സഹായം ഇല്ലാതെ, ഇവിടെ തൊഴിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡൽഹിയിൽ പോയി രക്ഷപ്പെടാൻ വേണ്ടി എത്തുന്നവർക്ക് അവിടെ എങ്ങനെ ജീവിക്കുന്ന അറിയുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഡൽഹിയിൽ എത്തിച്ചേർന്ന മലയാളി ചെറുപ്പക്കാരെ ഏറ്റവും കൂടുതൽ സംരക്ഷിച്ചത്, അവർക്ക് വഴികാട്ടിയത് അതിൽ പ്രധാനിയാണ് ഓംചേരി. അദ്ദേഹത്തിന്റെ സംഭാവനകളിൽ ഏറ്റവും പ്രധാനമായി കാണുന്ന അദ്ദേഹമാണ്. ഡൽഹിയിൽ ചുക്കില്ലാത്ത കഷായം ഇല്ലെന്ന് പറയുന്ന പോലെ ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞൊരു 5-6 വർഷം മുമ്പ് ഒരു ഓംചേരിയിലത്തെ പരിപാടിയില്ലായിരുന്നു. സാഹിത്യ പരിപാടിയാണെങ്കിലും സാംസ്കാരിക പരിപാടിയാണെങ്കിലും മലയാളി കൂട്ടായ്മയാണെങ്കിലും മറ്റേത് പരിപാടിയാണെങ്കിലും എല്ലാ പരിപാടിയിലും ഓംചേരിയുടെ സാന്നിധ്യം ഒഴിവാക്കാൻ വയ്യാത്ത ഒരു ഘടകമായിരുന്നു. വ്യക്തിപരമായി എനിക്ക് അദ്ദേഹത്തോട്, ഞാൻ ഡൽഹിയിൽ ആദ്യമായി 1984 AICC ജനറൽ സെക്രട്ടറിയായി ഡൽഹിയിലെത്തിയ കാലഘട്ടം മുതൽ അടുപ്പമുണ്ട്. ഞാൻ ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്തിട്ടുള്ള പരിപാടികളും ഓംചേരി വിളിച്ച പരിപാടികളാണ്. കേരള ക്ലബിൽ അദ്ദേഹം ഒരുപാട് പരിപാടികൾ തന്നെ അദ്ദേഹം വിളിച്ചിരുന്നു. ഞാൻ ആ പരിപാടികളെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. ഡൽഹി മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ വയ്യാത്ത ഒരു വ്യക്തി അദ്ദേഹം. അതുപോലെ ഡൽഹിയിലെ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകന്മാർക്കെല്ലാം ഒരിക്കലും മറക്കാൻ വയ്യാത്ത ഒരു മാന്യദേഹം. അദ്ദേഹത്തിന്റെ വേർപാട് എനിക്കുള്ള അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. ശരി, AK ആൻ്റണി, മുതിർന്ന കോൺഗ്രസ് നേതാവ്, അദ്ദേഹത്തെ അനുസ്മരിക്കുകയായിരുന്നു. പ്രശസ്ത സാഹിത്യകാരനും നാടകാചാര്യനുമായിരുന്ന പ്രൊഫസർ ഓംചേരി NN പിള്ള അന്തരിച്ചു. 102-ാം വയസ്സിലാണ് അദ്ദേഹം നമ്മളെ വിട്ട് പിരിയുന്നത്. ഡൽഹി സെയിൻറ്റ് സ്റ്റീഫൻസ് ആശുപത്രിയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. മണിപ്പൂർ സംഘർഷം തുടങ്ങിയതിനു ശേഷം മുഖ്യമന്ത്രി N ബിരേൻ സിംഗ് ആദ്യമായി ഒരു മലയാളം ന്യൂസ് ചാനലിനോട് പ്രതികരിച്ചു. ലഹരിക്കെതിരെ എടുത്ത കടുത്ത നടപടികളാണ് മണിപ്പൂരിലെ സംഘർഷങ്ങൾക്ക് കാരണമെന്ന് N ബിരേൻ സിംഗ് 24-നോട് പറഞ്ഞു. മതപരമായ സംഘർഷം എന്നത് അഭ്യൂഹം മാത്രമാണ്. മുഖ്യമന്ത്രി N ബിരേൻ സിംഗിനൊപ്പം വിനീത വിജി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാമിനി. 24 ബിഗ് എക്സ്ക്ലൂസീവ്. മണിപ്പൂർ മുഖ്യമന്ത്രി N ബിരേൻ സിംഗ് 24-നോടൊപ്പം ചേരുകയാണ്. സർ, വി ആർ ഫ്രം കേരള, സർ. So let me know, sir, what's the current situation in Manipur? Regarding the present situation is very sad.
very unfortunate. But I want to clarify one thing. Whatever happening in Manipur today is not related with religion. Totally whatever happening is today in Manipur is because of the huge illegal influx from the neighboring country Myanmar, and the step which was taken up by the state government under my leadership, war on drugs since 2018. Till now, the government have destroyed around 20,000 hectares of poppy plantation. You see, you imagine 20,000 hectares of poppy plantation in the forest area, and 60,000 crores drugs. These are the few reasons why Manipur is boiling now and burning now. With the help of the central government, we have started leaders of the both communities and the state government also meeting the both communities, and I hope at the earliest peace will be restored in the state of Manipur. The civilians, including women, children, they are facing a lot of issues. There is a difference between living in their own homes and living in the sheltered homes, and it is very unfortunate. And I'm seeking support from everyone to have in restoring peace in the state of Manipur. Sir, already the opposition, include Congress, it's the main argument is the government is totally failed and they want your resignation. What's your opinion about that, sir? Opposition is telling to resign me since from the 2017. Immediately when I became the CM, then usi time se they are asking me to resign, due to resign. So opposition ka to they will ask all the time. That is their duty. But I am with the peoples. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെയൊന്നും മുഖവിലക്കെടുക്കുന്നില്ല. മണിപ്പൂരിൽ സമാധാനം എത്രയും വേഗം പുനഃസ്ഥാപിക്കും, അതിനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നുവെന്നാണ് ബിരേൻ സിംഗ് 24നോട് പറഞ്ഞത്. മണിപ്പൂരിൽ നിന്ന് ക്യാമറമാൻ ജിതീന്ദ്രനൊപ്പം വിനീത വിജി 24. ചലച്ചിത്ര നടന്മാർ ഉൾപ്പെടെ 7 പേർക്കെതിരെയുള്ള ലൈംഗിക പീഡന പരാതിയിൽ ട്വിസ്റ്റ്. എം മുകേഷ് MLA, മണിയമ്പിള്ള രാജു, ജയസൂര്യ, ഇടവേള ബാബു തുടങ്ങിയവർക്കെതിരെയുള്ള പരാതിയിൽ നിന്ന് ആലുവ സ്വദേശിയായ നടി പിന്മാറി. തന്നെ വ്യാജ പരാതിയിൽ കൊടുക്കാൻ ശ്രമം നടത്തിയെന്നും സർക്കാരും പോലീസും ഏകപക്ഷീയ നിലപാട് സ്വീകരിച്ചുവെന്നും നടി 24നോട് പറഞ്ഞു. 24 ബ്രേക്കിംഗ്. മുകേഷ്, ജയസൂര്യ, ഇടവേള ബാബു, മണിയമ്പിള്ള രാജു, അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമാരായ നോയൽ, വിച്ചു എന്നിവർക്കെതിരെയാണ് ആലുവ സ്വദേശിയായ നടി പരാതി നൽകിയത്. പ്രത്യേക അന്വേഷണ സംഘം 7 പേർക്കെതിരെയും കേസെടുത്തു. കുറ്റപത്രമടക്കം സമർപ്പിക്കാനിരിക്കുന്നതിനിടയിലാണ് നടിയുടെ മലക്കം മറിച്ചിൽ. നടിക്കെതിരെ മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസാണ് പരാതികൾ പിൻവലിക്കാനുള്ള പ്രേരണ. തനിക്കെതിരെയുള്ള പരാതി വ്യാജമായിട്ടും സർക്കാരും മാധ്യമങ്ങളും സത്യം പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചില്ല. മുകേഷ് അടക്കമുള്ള ആളുകളെ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിച്ചതെന്നും പരാതിക്കാരി 24നോട് പറഞ്ഞു. ഈ പോക്സോ കേസ് ഇങ്ങനെ പോകുന്നത്, ഞാൻ ഈ പോക്സോ കേസിനെ കുറിച്ചുള്ള പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് പറഞ്ഞ് DGPക്ക് കത്തയച്ചു, CMന് കത്തയച്ചു, പ്രൈം മിനിസ്റ്റർക്ക് വരെ കത്തയച്ചു. ഇതിൻ്റെ ഒരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ വേണം, ഇത് ശരിക്കും സത്യം വേണം, ദിസ് ഈസ് എ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി. അപ്പോൾ ഇതുവരെയും ആ ഒരു സൈഡിൽ നിന്ന് എനിക്ക് ഒന്നുമാണ് ഇന്ന് വരെ ആ കേസ് കള്ളക്കേസാണെന്ന് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് തെളിയിച്ചിട്ടില്ല. ആർക്കൊക്കെ ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടോ അതെല്ലാം ഞാൻ പിൻവലിക്കുകയാണ്. കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥ AIG പൂങ്കുഴലിക്ക് പരാതിക്കാരി കത്തു നൽകും. നടിയുടെ പിന്നോട്ടുപോക്കിൽ കേസിൽ പ്രതികളായ നടന്മാർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇതിനിടയിൽ ആലുവ സ്വദേശിയായ നടിയുടെ ലൈംഗികാതിക്രമ പരാതിയിൽ കാസ്റ്റിംഗ് ഡയറക്ടർ വിച്ചുവിനെതിരെ പ്രത്യേക സംഘം പറവൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. സംസ്ഥാന സർക്കാരിനെയും CPIMനെയും കോൺഗ്രസിനെയും പിടിച്ചുലച്ച 7 ലൈംഗികാതിക്രമ പരാതികൾ ഒറ്റ ദിവസം കൊണ്ട് നീർക്കുമളകൾ പോലെയാകുമോ? പരാതികൾ പിൻവലിക്കണമെന്ന് നടി ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും സർക്കാർ കോടതിയിൽ സ്വീകരിക്കുന്ന നിലപാടായിരിക്കും നിർണായകം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. നോക്കാമിനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത്
Berger Paints, 100 years of trust. വാർത്താമഴയുടെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.